ഇവിടെ ആനിമൽസിന്റെ ഫിഫ്ത്ത് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം ഈ ആനിമൽസിലെ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇന്ന് ഞാൻ ഒളിമ്പ്യാഡിന്റെ ആനിമൽസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇന്ന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെല്ലാം പറ്റുമെങ്കിൽ കാണാൻ പറ്റുക. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഒളിമ്പ്യാഡിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പം നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. I am a bird. I cannot fly. My legs are long. Who I am? Who am I? അതായത് ഒരു പക്ഷിയാണ്, അതിന്റെ കാല് നല്ല നീളമുണ്ട്, പറക്കാൻ പറ്റൂല. ഇതാണ് ഇതിൽ തന്നേക്കുന്ന ക്ലൂ. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് കറക്റ്റ് പക്ഷിയെ കറക്റ്റ് പക്ഷിയെ കണ്ടുപിടിക്കണം. അപ്പം എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഓസ്ട്രിച്ച് ആണ്. ഓസ്ട്രിച്ചിന് വളരെ വലിയ കാലാണ്. പിന്നെ അതിന്റെ മുട്ടയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട. പിന്നെ അതിന് ഓടാനും പറ്റൂല. അപ്പൊ ആ മുട്ടേന്റെ കാര്യം ഈ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടില്ല. പക്ഷെ ബാക്കി രണ്ടും ഇത് പറഞ്ഞിട്ടുണ്ട്. നല്ല ടോളായിട്ടുള്ള ബേർഡാണ് ഓസ്ട്രിച്ച്. അപ്പം ഇതിന്റെ ആൻസർ ഓസ്ട്രിച്ച് ആണ്. അടുത്ത നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Which is the movement equipment of fish? ഇതിൽ ഏതാണ് ഫിഷിന്റെ മൂവ്മെന്റ് എക്യുപ്മെന്റ്? അതായത് ഫിഷ് മൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓർഗൻ ഏതാണെന്നാണ് ഓർഗൻ അല്ല, പാർട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. എ ഫിൻ, ബി വെബ്ഡ് ഫീറ്റ്, സി ലെഗ്സ്, ഡി സ്കിൻ. അപ്പൊ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിൻസ് ആണ്. ഫിഷുകള് മൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. വെബ്ഡ് ഫീറ്റ് യൂസ് ചെയ്യുന്നത് തവളയും ഡക്കും. പിന്നെ ലെഗ്സ് യൂസ് ചെയ്യുന്ന മനുഷ്യരും ആനിമൽസ്, അതായത് ടെറസ്ട്രിയൽ ആനിമൽസും ടെറസ്ട്രിയൽ ആനിമൽസും. സ്കിന്ന് യൂസ് ചെയ്ത് നടക്കുന്ന ഇല്ല, പകരം ക്രോൾ ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷെ സ്കിന്ന് യൂസ് ചെയ്ത് നടക്കുന്നവരില്ല. അടുത്ത നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം എ മൈഗ്രേറ്ററി ബേർഡ്. അതായത് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ബേർഡിനെ ഇത് കണ്ടുപിടിക്കുക. ക്രോ മൈഗ്രേറ്റ് ചെയ്ത് പോകില്ല, ഹെൻ മൈഗ്രേറ്റ് ചെയ്ത് പോകില്ല, ബാറ്റ് മൈഗ്രേറ്റ് ചെയ്ത് പോകില്ല. നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എൻ്റെ ഈ ആനിമൽസിന്റെ തേർഡ് പാർട്ട് കണ്ടവർക്ക് മനസ്സിലാവും. ആർട്ടിക് ക്രെയിൻ ആണ് കറക്റ്റ് ആൻസർ. ആർട്ടിക് ക്രെയിൻ ആണ് ഈ ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് മൈഗ്രേഷൻ നടത്തുന്നത്. 3500 കിലോമീറ്റർ അങ്ങോട്ടും 3500 കിലോമീറ്റർ അങ്ങോട്ടും. അങ്ങനെ മൊത്തം 70,000 കിലോമീറ്റർ ഒരു വർഷം ആർട്ടിക് ക്രെയിൻസ് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആർട്ടിക് ക്രെയിൻ ആണ്. ഇതിനെ കുറച്ച് കൂടുതൽ അറിയാനായിട്ട് എൻ്റെ ഈ ആനിമൽസിന്റെ തേർഡ് പാർട്ട് പോയി കാണുക. അടുത്ത നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. മൊണാർക്ക് ബട്ടർഫ്ലൈസ് മൈഗ്രേറ്റ് വേർ ടു വേർ. അതായത് മൊണാർക്ക് ബട്ടർഫ്ലൈസ് എവിടം തൊട്ട് എവിടം വരെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. എ ഇന്ത്യ ടു പാകിസ്ഥാൻ, ബി ഇന്ത്യ ടു റഷ്യ ടു ഇന്ത്യ, സി നൺ, ഡി കാനഡ ടു മെക്സിക്കോ. അപ്പം ഇതും എൻ്റെ ഈ ആനിമൽസിന്റെ തേർഡ് പാർട്ടായ ഞാൻ ഇട്ടിരുന്നു. അതില് ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്റെ തേർഡ് പാർട്ട് കണ്ടവർക്ക് മനസ്സിലാവും. കാനഡ ടു മെക്സിക്കോ ആണ് മൊണാർക്ക് ബട്ടർഫ്ലൈസിന്റെ മൈഗ്രേഷൻ നടക്കുന്നത്. കാനഡ ടു മെക്സിക്കോ ആണ് മൊണാർക്ക് ബട്ടർഫ്ലൈന്റെ മൈഗ്രേഷൻ നടക്കുന്നത്. അടുത്ത നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ റാബിറ്റ്സ് മൂവ്. അതായത് എങ്ങനെയാണ് റാബിറ്റ്സ് മൂവ് ചെയ്യുന്നത്? അതിന്റെ ലാസ്റ്റ് ആനിമൽസിന്റെ നാലാമത്തെ പാർട്ടിന്റെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ പറഞ്ഞാണ് റാബിറ്റ്സും കാംഗറൂസും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന്. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. റൺ, ക്രോൾ, ഹോപ്പ് ആൻഡ് ജംപ്, നൺ ഓഫ് ദീസ്.
കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ മൂവ്മെന്റ്സും പഠിക്കാനായിട്ട് എൻ്റെ കഴിഞ്ഞ വട്ടത്തെ വീഡിയോ കണ്ടാൽ മതി. അതിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട് മൂവ്മെന്റ്സിനെ കുറിച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം ഇനിയും ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയിപ്പോ. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഒളിമ്പിയാഡിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇനി അടുത്ത വരുന്ന വീഡിയോസിൽ ഞാൻ ബാക്കി 25 ക്വസ്റ്റ്യൻസും പറയുന്നതായിരിക്കും. ഇപ്പൊ തന്നെ കുറെ ലെങ്തായി, അതുകൊണ്ട് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.